എല്ലാവർക്കും ഫാം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ പശു ഇതാ പ്രസവിച്ചു. അപ്പോൾ നമ്മൾ പ്രസവ സംബന്ധമായിട്ടുള്ള വീഡിയോസായിട്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയണതാ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആയിരുന്നു. ആദ്യത്തെ പ്രസവമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടിയാണ്, ആള് നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ അതാ എഴുന്നേറ്റു. 5 മിനിറ്റ് ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ഇനി ഇതിനൊന്ന് നക്കി തുടച്ച് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആളെ എണീറ്റ് പാല് കുടിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഒരു സൈസിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട്. പ്രസവിച്ച് വീണ വശം തന്നെ ആളെ എണീക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ആൾ ഉഷാറാവും. അത് കഴിഞ്ഞാൽ നന്നായി അകിടൊക്കെ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പാല് കൊടുക്കാൻ. പാല് കുടിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യണതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുടിപ്പിക്കാം. ഇത് പ്രസവിച്ചിട്ട് ഒരു ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. ഇന്നലെയാണ് പ്രസവിച്ചത്. അപ്പോൾ ഒരു ദിവസം ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യും വീഡിയോ. ഇതാ അകിടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പാലായി വരുന്നുള്ളൂ. നമുക്ക് പാലിൻ്റെ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല. ഇതിപ്പോൾ പ്രസവിച്ചിട്ട് ഇതാ പെൺകുട്ടിയാണ്. ഈ കിടക്കണതാണ് നമ്മുടെ കുട്ടി. പാല് കുടിച്ച് വയറൊക്കെ നിറച്ച് സുഖമായിട്ട് വെയിലുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ കൊടുക്കാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് 2 വലിയ പോത്തുകളെ ഇനി കൊടുക്കാണ്ട്. ഇതിൻ്റെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോത്തുകളിലാണ് 2 എണ്ണം ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഒരു പോത്തും കൂടി ഉണ്ട്, അതിനിപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് അയച്ചു തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫോൺ ഒരിക്കലും കുത്തനെ പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അയക്കരുത്. വിലങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചാലാണ് നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നല്ല വലുപ്പത്തിൽ സ്ക്രീൻ വലുപ്പത്തിൽ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കും കിട്ടുക. ഇതാണ് രണ്ടാമത്തെ പോത്ത്. അത്യാവശ്യം നല്ല സൈസുള്ള പോത്താണ്. ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ര വ്യൂ കിട്ടില്ല. അതപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ അടുത്തുനിന്ന് എടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലുള്ള പോത്ത് 1-10 അവർ പറയുന്നത്. എന്തെങ്കിലും വിട്ടുവീഴ്ചയൊക്കെ കച്ചവട സംബന്ധമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മുടെ ഈ വെച്ചൊരു പശു വിൽക്കാനുള്ളതാണ്. ഇതും ഇതിൻ്റെ ഒരു കുട്ടിയും കൂടിയുണ്ട്. അപ്പോൾ അത് മൂരിക്കുട്ടിയാണ്. ഇതിൻ്റെ 3ാമത്തെ പ്രസവമാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഒരു 2 ലിറ്ററിൻ്റെ അടുത്ത് പാല്, അത്രേ പ്രതീക്ഷിക്കണ്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുട്ടീനെ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കുട്ടി. 2.5 മാസമായിട്ട് പ്രസവിച്ചിട്ട്. ഇത് മൂരിക്കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ വിരമരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ക്ലിയറാക്കി നിർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതിനെയും നമ്മൾ കൊടുക്കാൻ, അതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അമ്മേനെയും കുട്ടീനെയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.